ദേവന്റെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ട് അവൾ തലയുയർത്തി നോക്കി. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിനക്ക് വിശപ്പൊന്നുമില്ലേ? വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഡി, നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുവാണോ? മര്യാദയ്ക്ക് എണീറ്റ് വരാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തത്? എനിക്ക് വിശപ്പില്ല. അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത്? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ അടുത്തെത്തിയതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ചോദിച്ചത് കേട്ടില്ലേ, നിനക്കെന്താ വിശപ്പില്ലാത്തതെന്ന്? ഈ പ്രാവശ്യം കുറച്ച് കനപ്പിച്ചാണ് അവൻ ചോദിച്ചത്. അവൾ പെട്ടെന്ന് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റതും അവൾ അതേപോലെ തന്നെ കട്ടിലേക്ക് വീണു. അവളുടെ ദേഹത്തെന്തോ ഭാരം അനുഭവപ്പെട്ടു. കണ്ണുകൾ തുറന്നതും അവളൊന്ന് ഞെട്ടി. ദേവേട്ടന് എന്തിനാ എൻ്റെ മേലെ കയറി കിടക്കുന്നത്? അവൾ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. എടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് വീഴണമെങ്കിൽ ഒറ്റയ്ക്ക് വീണാ പോരെ, ബാക്കിയുള്ളവരെ പിടിച്ച് വലിക്കുന്നത് എന്തിനാ? അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനാണ് അവനെ പിടിച്ചു വലിച്ചതെന്ന്. അത് പിന്നെ ദേവേട്ട, ഞാൻ വീഴാൻ പോയപ്പോൾ. അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു. അവൾ കുതറി മാറാൻ ശ്രമിക്കുന്തോറും അവൻ അവളെ പിടിമുറുക്കിയിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ നാവിൽ ചോരയുടെ രുചി അറിഞ്ഞതും അവൻ അവളെ അവനിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ നിറമിഴിയാലെ അവൾ അവനെ നോക്കുന്നത് കണ്ടു. അവൻ പതിയെ അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോര തുടച്ച് അവളെ നോക്കിയെന്ന് കണ്ണിറുക്കി കാണിച്ചു. പതിയെ അവളുടെ ദേഹത്തു നിന്ന് എഴുന്നേറ്റു മാറി. നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നോ, അതോ ഞാൻ വീണ്ടും? അവൻ ചുണ്ടിൽ തടവിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, ഞാൻ വരാം. വന്നാൽ നിനക്ക് കൊള്ളാം, എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തരുത്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകി. ചുണ്ടിൽ വെള്ളം വീണപ്പോൾ അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ ചുണ്ടിൽ തൊട്ടു നോക്കി. കുറച്ചു മുൻപ് നടന്നതോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ അറിയാതെ പോലും അവനെ നോക്കിയില്ല. അത് അവനിൽ നേരിയ വിഷമമുണ്ടാക്കി. അവൻ പതിയെ തല താഴ്ത്തിയിരുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ ചുണ്ടിൽ കൈവച്ച് ദേഷ്യത്തിൽ അവനെ നോക്കുന്ന അമ്മുവിനെ കണ്ടതും അവനൊന്ന് ചിരിച്ചു. സോറി, പെട്ടെന്ന് സംഭവിച്ചു പോയതാ, ഇനി ഞാൻ സൂക്ഷിച്ചോളാം. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? നേരത്തെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചതിൻ്റെ അടയാളമാണ് ആ ചുണ്ടിലുള്ളത്. വെറുതെ എന്നെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കരുത്. അവൻ പറഞ്ഞത് കേട്ട് അവൾ വേഗം നോട്ടം പിൻവലിച്ചു. അവൾ വേഗം കഴിച്ചെഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് ഒരു ചിരിയാലെ അവൻ നോക്കി നിന്നു. രാത്രി ഒന്ന് മടിച്ചാണ് അവൾ മുറിയിലേക്ക് പോയത്. മുറിയിലെത്തിയപ്പോൾ അവനെ അവിടെ കണ്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അകത്തുണ്ടെന്ന്. അവൾ വേഗം തന്നെ കട്ടിലിൽ ചെന്ന് ഉറങ്ങുന്നത് പോലെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്നത് കേട്ടു. ആഹാ, എൻ്റെ ഭാര്യ ഇത്ര നേരത്തെ ഉറങ്ങിയോ? അതോ ഉറക്കം അഭിനയിച്ച് കിടക്കുവാണോ? അവൻ അവളെ തട്ടി വിളിച്ചു. എന്താ ദേവേട്ടാ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അവൾ ഉറക്കച്ചടവ് അഭിനയിച്ചു. ഒന്നുമില്ല, നീ ഉറങ്ങിയോ നോക്കിയതാ. എൻ്റെ മോൾ ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിച്ചാണോ ഉറങ്ങിയെന്ന് ചോദിക്കുന്നേ? അയ്യോ സോറി, ഞാൻ കരുതി നീ വെറുതെ കിടക്കുവാണെന്ന്. എൻ്റെ മോൾ ഉറങ്ങിക്കോ. ശരി. അവൾ അതും പറഞ്ഞ് വീണ്ടും കിടന്നു. ഭാഗ്യം, രക്ഷപ്പെട്ടു, അവൾ മനസ്സിൽ പറഞ്ഞു. ദേവൻ പോയി ഡോർ ലോക്ക് ചെയ്ത് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ടേബിൾ ലാമ്പ് ഓണാക്കി കട്ടിലിൽ കയറി കിടന്നു. എൻ്റെ അമ്മുക്കുട്ടി, നിന്റെ ഈ അഭിനയം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഞാൻ കാണിച്ചു തരാടി കുരുപ്പേ, ദേവൻ മനസ്സിൽ പറഞ്ഞു. അവൻ പതിയെ അവൾ കരികിലേക്ക് നീങ്ങിക്കിടന്നു. പതിയെ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് കിടത്തി. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഒന്ന് ഞെട്ടി. ദേവേട്ട, ഈ കൈ ഒന്ന് മാറ്റുമോ? എന്താ ഞാൻ അങ്ങനെ പിടിച്ചത് നിനക്ക് ഇഷ്ടായില്ലേ? അല്ല, അത് പിന്നെ. ഏതു പിന്നെ? മീണ്ടാണ്ട് കിടന്ന് ഉറങ്ങടി. ഇങ്ങനെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. ദേവേട്ടൻ ഈ കൈ ഒന്ന് മാറ്റുക. അതെന്താ നിനക്ക് ഉറക്കം വരാത്തത്? അത് പിന്നെ മനസ്സിലായി. ഞാൻ നിന്നെ കയറി വീണ്ടും ഉമ്മിച്ചാലോ എന്ന് കരുതിയിട്ടല്ലേ? മനസ്സിലായി. അങ്ങനൊന്നും ചെയ്യാണ്ടാന്ന് കരുതിയാ വന്നത്. നീ എന്തായാലും അങ്ങനെ ചിന്തിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് ഞെട്ടി. അവൻ അവളെ തിരിച്ചു കിടത്തി അവളുടെ പേടിച്ചിരണ്ട മുഖം കണ്ടതും അവന് ചിരി വന്നു. എൻ്റെ അമ്മു, നിനക്കെന്താ എന്നെ ഇത്രയും പേടി? അത് അത് നിനക്കെന്താ വിക്കുണ്ടോ? ഇല്ല. പിന്നെന്താ? എന്നെ നിനക്കത്ര പേടിയൊന്നുമില്ല, അതുപോലെ ഇഷ്ടവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ താലി അഴിച്ചു വെച്ച് പോകില്ലായിരുന്നു. അവൻ അത് പറഞ്ഞതും അവളുടെ കണ്ണ് നിറഞ്ഞു. അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എൻ്റെ അമ്മുക്കുട്ടിക്ക് സങ്കടമായോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് പറ്റിക്കിടന്നുറങ്ങി. പക്ഷെ അവൻ ഉറങ്ങിയില്ല. ഇളം ചുവപ്പുള്ള അവളുടെ അധരങ്ങളിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ഏറെ നേരം കഴിഞ്ഞ് അമ്മു കണ്ണു നിറന്നു നോക്കിയതും തന്നെ വിടാതെ നോക്കുന്നു അവൻ. അവൻ്റെ നീലക്കണ്ണുകളിൽ അവളുടെ കണ്ണുകൾ കോർത്തിണക്കി. ദേവൻ ഒന്ന് ഉയർന്നു പൊങ്ങി അവൾക്ക് അഭിമുഖമായി കിടന്നു. കൈകൾ അവളുടെ കഴുത്തിനു പിറകിലൂടെ കൊണ്ടുപോയി മുടിയിൽ അരുമയായി തലോടിക്കൊണ്ടിരുന്നു. അവളുടെ ശ്വാസഗതി വർദ്ധിച്ചു. വിടാതെ അവൻ്റെ മിഴികളിൽ കണ്ണുകൾ പതിപ്പിച്ചു. ചുണ്ടുകൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. അവളുടെ മേൽചുണ്ടിനെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ ആസ്വദിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. മറ്റേതോ ലോകത്തായിരുന്നു അമ്മു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ തുടരെ തുടരെ ചുളിവുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. നാവിൽ ചോരയുടെ നനവ് പടർന്നതും അവൻ അവളെ തന്നിൽ നിന്ന് മോചിപ്പിച്ചു. അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവനിൽ പറ്റിച്ചേർന്ന് കിടന്നു. അവൻ്റെ വിരലുകൾ അവളുടെ ടോപ്പിനിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു. ഒരു പേമാരി പോലെ അവൻ അവളിൽ പെയ്തിറങ്ങി. രാവിലെ കണ്ണു തുറന്നപ്പോൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ദേവനെ കണ്ടതും അവൾക്ക് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു. അവൾ അവൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് പുതപ്പ് ചുറ്റി ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോഴും അവൻ നല്ല ഉറക്കമായിരുന്നു. അവൾ നേരെ അടുക്കളയിൽ പോയി ചായയ്ക്ക് വെച്ചു. ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് എഴുന്നേൽക്ക്. എന്താമോ? ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ. ഇതേ ദേവേട്ടാ, കിടന്ന് കൊഞ്ചല്ലേ, വേഗം എഴുന്നേറ്റേ. സമയം എന്തായെന്നറിയോ? ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അത് അമ്മുക്കുട്ടി, എനിക്ക് നല്ല ക്ഷീണം, ഞാൻ ഇന്ന് പോകുന്നില്ല. അയ്യടാ, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകാൻ നോക്ക്. ദേ, ഞാൻ ചായ ഇവിടെ വെക്കുക. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് ചിരിയാലെ അവൻ നോക്കി നിന്നു. പിന്നീടുള്ള ദിനരാത്രങ്ങൾ അവർ പരസ്പരം സ്നേഹിച്ചും വഴക്കടിച്ചും ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ സന്തോഷത്തോടെ കടന്നുപോയി. ദേവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ ലാപ്പിൽ നിന്ന് തല ഉയർത്താതെ ചോദിച്ചു. എന്താ? അത് അവളുടെ വിക്കിയുള്ള സംസാരം കേട്ട് അവൻ ലാപ്പിൽ നിന്ന് തല ഉയർത്തി. എന്താ അമ്മു? എന്താന്ന് വെച്ചാൽ പറ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായതും അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്ന് രണ്ട് തോളിലും കൈവച്ചു. എന്താ അമ്മു? എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ എന്നോട് എന്തെങ്കിലും പറയാൻ നിനക്ക് ഈ മുഖവര വേണോ? എന്താണെന്ന് വെച്ചാൽ പറ. അത് ദേവേട്ടാ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണം. വാട്ട്? അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് ഞെട്ടി.